തിരികെ വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന മുന്നറിയിപ്പുമായി ഭാരതം. ഓപ്പറേഷൻ സിന്ദൂർ ആധുനിക യുദ്ധരീതിയായിരുന്നുവെന്ന് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ പറഞ്ഞു. സുദർശന ചക്രം ഇന്ത്യയുടെ വാളും പരിചയവുമാണ്. മിസൈലുകളും ലേസറുകളും പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിനും സുദർശന ചക്ര സജ്ജമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. We have all assembled here to discuss about Operation Sindoor. Well, let me clarify this. Operation Sindoor was a modern conflict from which we learned a number of lessons, and most of them are under implementation. Some have been implemented. The operation is still on. Sudarshan Chakra, India's own Iron Dome or Golden Dome. The Honorable Prime Minister had made a mention of this on 15th of August when he spoke about Sudarshan Chakra. That will enhance India's strategic defense, and he said that he expects it to be rolled out by 2035. Over here, I think the aim is to develop a readiness system to protect India's strategic, civilian and nationally important sites, and it will act both as a shield as well as a sword. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഇത് സംബന്ധിച്ച് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? ഓപ്പറേഷൻ സിന്ദൂർ ആധുനിക യുദ്ധരീതിയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, അത് തുടർന്ന് കൊണ്ടുപോകും എന്ന വളരെ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനമാണ് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ കൃത്യമായ ആലോചനകളോടുകൂടിയും ആധുനിക യുദ്ധരീതിയിലൂടെയുമാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഒപ്പം രാജ്യത്തിന്റെ പ്രതിരോധത്തിനും ആവശ്യമെങ്കിൽ പ്രത്യാക്രമണത്തിനും സുദർശൻ ചക്ര എന്ന പ്രതിരോധ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിന്റെ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന സുദർശന ചക്രം ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനമായും ഒപ്പം ആവശ്യമെങ്കിൽ പ്രത്യാക്രമണ സംവിധാനമായും പ്രവർത്തിക്കും. അതിനായി വിവിധ തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് സൈബർ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീഷണികളെ തകർക്കാൻ സാധിക്കും. കൂടാതെ മിസൈലുകളും ലേസർ പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിനും തിരിച്ചുള്ള അക്രമങ്ങൾ, ഭാരതത്തിനെതിരെയുള്ള അക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിനുമെല്ലാം സുദർശന ചക്ര എന്ന സംവിധാനം ഈ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരും. അതിനുള്ള തയ്യാറെടുപ്പുകൾ സൈന്യം നടത്തുകയാണ്. ഒപ്പം ഭീകരർക്ക് പിന്തുണ നൽകുന്നവർക്കുമുള്ള കൃത്യമായിട്ടുള്ള മറുപടി. നേരത്തെ പഹൽഗാമിന് തിരിച്ചടിയായ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കം ഈ ഭീകരർ കണ്ടുവെങ്കിൽ ഇനി അത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. കൃത്യമായ ശക്തമായ ആക്രമണം ഭീകരതയ്ക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് സംയുക്ത സേനാ മേധാവി വ്യക്തമാക്കിയത്. ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.